നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും സന്ദേശമുണർത്തി ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. മറ്റത്തൂരിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാര ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധവുമായി കർഷകരും തൊഴിലാളികളും AITUCയും BKMUയും സംയുക്തമായി ആമ്പല്ലൂരിൽ പ്രകടനവും പ്രതിഷേധ സദസ്സും നടത്തി. ദേശീയപാതയോരം മാലിന്യമുക്തമാക്കാൻ സ്ഥാപിച്ച ഇരുമ്പുവേലികൾ പഞ്ചായത്തുകൾക്ക് ബാധ്യതയായി. ലക്ഷങ്ങളുടെ ഇരുമ്പുവേലികൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി. വരന്തരപ്പള്ളി ഗാലക്സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. സ്വർണ്ണ പണിക്കാരനെ ആക്രമിക്കുകയും പണവും സ്കൂട്ടറും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും സന്ദേശമുണർത്തി ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിൽ രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. നമസ്കാരങ്ങൾക്കു ശേഷം വിശ്വാസികൾ സ്നേഹാശംസകൾ കൈമാറി. പള്ളികളിലും മതസംഘടനകളിലും ഈദ്ഗാഹുകൾ നടത്തി. പെരുന്നാൾ നിസ്കാരശേഷം ബലിപെരുന്നാളിലെ പ്രത്യേക അനുഷ്ഠാനമായ ബലികർമ്മം നടന്നു. ഹിജ്റ കലണ്ടർ വർഷം 12ാമത്തെ മാസമായ ദുൽഹജ്ജ് മാസത്തിലെ 10ാം ദിവസമാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ദൈവകൽപ്പനയനുസരിച്ച് പ്രിയപുത്രൻ ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ സന്നദ്ധനായ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗസന്നദ്ധയുടെയും അചഞ്ചല വിശ്വാസത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് ബലിപെരുന്നാൾ. തക്ബീർ ധ്വനികൾ കൊണ്ട് പകലന്ത്യോളം ഭക്തിസാന്ദ്രമാവുന്ന അന്തരീക്ഷവും അത്തറിൻ്റെ പരിമളവുമായി പുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ പള്ളികളിലെ ഒത്തുചേരലുകളും പെരുന്നാളിൻ്റെ പ്രത്യേകതയാണ്. ആശംസകൾ കൈമാറിയും വിഭവസമൃദ്ധമായ ഭക്ഷണം പങ്കുവച്ചും കുടുംബ സാമൂഹിക സൗഹൃദം കൂടുതൽ ദൃഢമാക്കുന്ന ദിനം കൂടിയാണിത്. മറ്റത്തൂരിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാര ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കോടാലി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് സൈദലവി ഫൈസി നേതൃത്വം നൽകി. പത്തുകുളങ്ങര ജുമാ മസ്ജിദിൽ ഷംസുദ്ദീൻ ദാരിമിയും വെള്ളിക്കുളങ്ങര മുഹ്യിദ്ദീൻ ടൗൺ ജുമാ മസ്ജിദിൽ ഇമാം മുസ്തഫ ഫൈസിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. കൊടകര ടൗൺ ജുമാ മസ്ജിദ്, മറ്റത്തൂർ നെല്ലിപ്പറമ്പ് ജുമാ മസ്ജിദ്, വെള്ളിക്കുളങ്ങര റിഫായി ജുമാ മസ്ജിദ്, നായാട്ടുകുണ്ട് ചൊക്കന ബദരിയ ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഇന്ധനവില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് AITUCയും കർഷക തൊഴിലാളി ഫെഡറേഷനും സംയുക്തമായി പുതുക്കാട് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ സെന്ററിൽ പ്രകടനവും പ്രതിഷേധ സദസ്സും നടത്തി. CPI ജില്ലാ കൗൺസിൽ അംഗം PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം സെക്രട്ടറി PM നിക്സൺ അധ്യക്ഷനായിരുന്നു. BKMU സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ, മണ്ഡലം പ്രസിഡന്റ് PC സാജു, AITUC ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K ഉണ്ണികൃഷ്ണൻ, KCEC ജില്ലാ സെക്രട്ടറി KV മണിലാൽ എന്നിവർ പ്രസംഗിച്ചു. സുനന്ദ ശശി, രേഖ കിഷോർ, സുജ ആന്റണി, അജിത മാധവൻ, PU സുജിത്ത്, VR രാജൻ എന്നിവർ നേതൃത്വം നൽകി. ആമ്പല്ലൂരിൽ ദേശീയപാതയോരം മാലിന്യമുക്തമാക്കാൻ ലക്ഷ്യമിട്ട് സ്ഥാപിച്ച ഇരുമ്പുവേലികൾ പഞ്ചായത്തുകൾക്ക് ബാധ്യതയായി മാറി. ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ഇരുമ്പുവേലികൾ പാതയോരത്ത് തുരുമ്പെടുത്ത് നശിക്കുന്നു. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകൾ ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ഇരുമ്പുവേലികളാണ് റോഡ് വികസനത്തിനായി എടുത്തുമാറ്റിയത്. ഇപ്പോൾ ഇവ പാതയോരത്ത് പുല്ലുമൂടി തുരുമ്പെടുത്ത് നശിക്കുന്ന നിലയിലാണ്. നെന്മണിക്കര പഞ്ചായത്ത് അതിർത്തിയിൽ വരുന്ന ഭാഗങ്ങളിൽ ദേശീയപാതയോരത്ത് സെപ്റ്റിക് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായതോടെയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 2022 കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ റോഡരികിൽ ഇരുമ്പ് വേലികൾ സ്ഥാപിച്ചത്. ഇത് വിജയകരമായതോടെ 2024 തൃക്കൂർ പഞ്ചായത്ത് പരിധിയിലെ പ്രദേശങ്ങളിലും പുത്തൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലും ഇരുമ്പ് വേലികൾ സ്ഥാപിച്ചു. മാലിന്യ നിക്ഷേപത്തിന് പൂർണ്ണമായും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ പദ്ധതി വലിയ നേട്ടമായിരുന്നു.
സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര പട്ടികയിൽ നെന്മണിക്കര ഇടം പിടിച്ചതിന്റെ പ്രധാന മാനദണ്ഡം മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പഞ്ചായത്ത് സ്വീകരിച്ച നടപടികളായിരുന്നു. എന്നാൽ വികസനത്തിനായി ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഇത് മാറ്റണമെന്ന കരാർ വ്യവസ്ഥയിലാണ് ദേശീയപാത അതോറിറ്റി ഇരുമ്പ് വേലികൾ സ്ഥാപിക്കാൻ അനുവാദം നൽകിയിരുന്നത്. ഇപ്പോൾ തലൂർ ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ 6-വരിപ്പാത വികസനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് ഈ ഇരുമ്പ് വേലികൾ മാറ്റേണ്ടി വന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച ഇരുമ്പ് വേലികൾ ടോൾ പ്ലാസയ്ക്ക് സമീപം മാലിന്യം നിക്ഷേപിക്കുന്ന ഇടങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ പഞ്ചായത്ത് അനുവാദം തേടിയെങ്കിലും ഇതിൽ നടപടിയായില്ല. നിലവിൽ കാട് പിടിച്ച പാതയോരത്ത് തുരുമ്പെടുത്ത് നശിക്കുകയാണ് ലക്ഷങ്ങളുടെ ഇരുമ്പ് വേലികൾ. ഇവ ലേലം ചെയ്യുക മാത്രമാണ് പഞ്ചായത്തുകൾക്ക് മുന്നിലുള്ള വഴി. പദ്ധതിക്കായി ചിലവഴിച്ച തുക നഷ്ടക്കച്ചവടമായി മാറിയെന്ന് മാത്രമല്ല, ദേശീയപാതയിലെ മാലിന്യ നിക്ഷേപം വീണ്ടും ആവർത്തിക്കുമോ എന്ന ആശങ്കയും പഞ്ചായത്തുകൾക്കുണ്ട്. ദേശീയപാതയുടെ ഇരുവശത്തും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഒരു കാലത്ത് വലിയ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന കാര്യമായിരുന്നു. അതിന് അറുതി വരുത്തുന്നതിനാണ് നെന്മണിക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അമ്പല്ലൂർ ദേശീയപാതയുടെ പരിസരങ്ങളിൽ ഈ കാണുന്ന വേലികൾ സ്ഥാപിച്ച് മാലിന്യ നിക്ഷേപത്തിന് വലിയൊരു പരിഹാരം കാണുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഈ വേലിക്കെട്ടുകളൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ട അല്ലെങ്കിൽ അത് പൂർണ്ണമായി എടുത്തു മാറ്റണമെന്നാണ് കരാർ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ മാറ്റിയ വേലികൾ ഇപ്പോൾ കൂടുതൽ മാലിന്യ നിക്ഷേപമുള്ള ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് സ്ഥാപിക്കണമെന്ന് പഞ്ചായത്ത് ആവശ്യപ്പെട്ടെങ്കിലും അത് ദേശീയപാത അധികൃതർ അനുവദിക്കാത്തതിനാൽ ലക്ഷങ്ങൾ ചെലവഴിച്ച ഈ ഇരുമ്പ് വേലികൾ ഇപ്പോൾ അനാഥമായി കിടക്കുന്ന അവസ്ഥയാണ്. ഏതായാലും വലിയ ഒരു ഫണ്ട് നഷ്ടമാണ് പഞ്ചായത്തുകൾക്ക് ഈ ഒരു പ്രവൃത്തിയിലൂടെ ഉണ്ടായത്. ഈ വേലിക്കെട്ടുകൾ പകരം എവിടെയെങ്കിലും സ്ഥാപിക്കാൻ, മാലിന്യ നിക്ഷേപങ്ങൾ ഉള്ള ഇടത്ത് സ്ഥാപിക്കാൻ ഒരു അനുവാദം തരണമെന്നാണ് പഞ്ചായത്തുകൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോയ് പണ്ടാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി മുഖ്യാതിഥിയായിരുന്നു. മണ്ഡലം ജനറൽ കൺവീനർ രഞ്ജിമോൻ, ട്രഷറർ ഡേവിസ് വില്ലടത്തുകാരൻ, സെക്രട്ടറി PL റെജി, ട്രഷറർ ജയകുമാർ, വൈസ് പ്രസിഡന്റ് റിജോ ഫ്രാൻസിസ്, രക്ഷാധികാരി ആന്റണി തയ്യാലയ്ക്കൽ, ട്രസ്റ്റ് പ്രസിഡന്റ് സുധീർ പെരുമറത്ത്, പോൾ വട്ടക്കുഴി തുടങ്ങിയവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി ഗാലക്സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റ് ഔസേബ് ചരടായി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാന്റോ നന്ദിപുലം, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു പ്രിയൻ, സുധിനി രാജീവൻ, സുഹറ മജീദ്, റോസ്ലി തോമസ്, ക്ലബ് സെക്രട്ടറി ജോസഫ് മഞ്ഞളി, ക്ലബ് വൈസ് പ്രസിഡന്റ് ബിജു മൊയലൻ, ക്ലബ് സെക്രട്ടറി മദനൻ, വിജിത ജയദീപൻ, സിനീഷ്, സതി രവി, മുകുന്ദൻ, ഷിൽജി സുധീഷ്, അന്തോണി, ലൈസ ജിജോ, ആൻസി തോമസ് എന്നിവർ സന്നിഹിതരായി. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ക്ലബ്ബ് എപ്പോഴും എൻ്റെ അറിവിലൂടെ പോവുകയാണെങ്കിൽ കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മുടെ വാർഡുകളിലായാലും ഇങ്ങനെ ആദ്യമായിട്ട് ഒരു നല്ല പ്രവൃത്തി ഇവര് ചെയ്യുന്നതിന് ഈ ക്ലബ്ബ് ഭാരവാഹികൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒത്തിരിയേറെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പഠനോപകരണങ്ങൾ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലെ 24 വാർഡുകളിൽ 5 വീട്ടുകാർക്ക് വേണ്ടി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. 4 വാർഡിൽ മെമ്പർമാരെ വിളിച്ച് ഇങ്ങനൊരു സുന്ദരമായ ചടങ്ങ് നടത്തുവാൻ മനസ്സ് കാണിച്ച ഈ ഗാലക്സി ക്ലബിന് ആദ്യമായിട്ട് നന്ദി കടപ്പാടും രേഖപ്പെടുത്താണ്. എന്താ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം ചെറുപ്പകാലഘട്ടത്തിൽ ഒരു ബാഗിനോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിനോ നോട്ട് ബുക്കിനോ ഒക്കെ ഒരുപാട് പെൻസിലിന് റബ്ബറിനൊക്കെ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചു വളർന്ന വ്യക്തികളായി ഇതുവരെയിരിക്കുന്നവരെല്ലാവരും ഇവിടുത്തെ അമ്മമാരൊക്കെ അങ്ങനെ വളർന്നു. ഒരുപാട് പരിപാടികൾ ജനസേവനത്തിൽ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. കുറെ കാലമായിട്ട് എനിക്കറിയാവുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ക്ലബ്ബ് മെമ്പർ ആയതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഒരുവിധം പരിപാടികളും എനിക്കറിയാം. ഒട്ടനവധി പേർക്ക് ഇതുപോലെ ഈ പഠനോപകരണങ്ങളായിട്ട് കടന്നുപോയി വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് തോന്നുന്നു ഇപ്പോൾ ഈ വർഷം വിപുലമായ രീതിയിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 24 വാർഡിലെ മെമ്പർമാരോട് പറഞ്ഞ് 5 കുടുംബങ്ങൾക്ക് വീതമാണ് പാവപ്പെട്ട കുടുംബങ്ങളെ തിരഞ്ഞെടുത്ത് പാവപ്പെട്ടവരെന്ന് പറഞ്ഞ് സാരവൽക്കരിക്കുന്നതല്ല, നമ്മൾക്ക് അവർക്കാണ് കൂടുതൽ സഹായം ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു ഉത്തരവാദിത്തത്തിൻ്റെ പേരിലാണ് അങ്ങനെ അതൊരു ആരൊരു പോരായ്മയായിട്ട് എടുക്കരുത്. മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ച് 110 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ചെസ് ബോർഡും വിതരണം ചെയ്തു. വരന്തരപ്പള്ളിയിൽ നടന്ന പരിപാടി വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ അധ്യക്ഷനായി. ഹരിത ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമ ഡോക്ടർ KS കൊച്ചുമോൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ KK രാജു മുഖ്യപ്രഭാഷണം നടത്തി. സന്തോഷ് ഐനിക്കത്തറ, സിന്ധു സന്തോഷ്, സന്തോഷ് പുളിഞ്ചുവട്, രമ സന്തോഷ്, അനിൽ പൂക്കോട്, തോമസ് കാറാളത്തുകാരൻ, പരമേശ്വര മാസ്റ്റർ, വിജയൻ ഏലാംകുളം, ബദറുദ്ദീൻ പാവ എന്നിവർ പ്രസംഗിച്ചു. സ്വർണ്ണപ്പണിക്കാരനെ വീട്ടിൽ കയറി ആക്രമിക്കുകയും മാരകായുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പണവും സ്കൂട്ടറും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചേർപ്പ് അവിനിശ്ശേരി തോട്ടുവളപ്പിൽ വീട്ടിൽ സഞ്ജയാണ് പോലീസിന്റെ പിടിയിലായത്. വല്ലച്ചിറ തട്ടിൽ വീട്ടിൽ ജോണിന്റെ വീട്ടിൽ വെച്ചാണ് അതിക്രമം നടന്നത്. സംഭവത്തിൽ പോലീസ് പറയുന്നതിങ്ങനെ: ജോൺ തനിക്ക് സ്വർണ്ണമാല നിർമ്മിച്ചു നൽകിയതിൽ കൃത്രിമം കാണിച്ച് സ്വർണം മോഷ്ടിച്ചെന്നാരോപിച്ച് സഞ്ജയ്ക്ക് ജോണിനോട് മുൻവിരോധം ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി മെയ് 18 രാത്രി സഞ്ജയ് ജോണിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു. വീടിനുള്ളിൽ കടന്ന പ്രതി ജോണിനെ മർദ്ദിക്കുകയും കത്തി ഉപയോഗിച്ച് ജോണിന്റെ ഇരു കൈകളിലും മുറിവേൽപ്പിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ജോണിന്റെ സ്കൂട്ടറും മൊബൈൽ ഫോണും ഇയാൾ കവർന്നു. സംഭവത്തിന് ശേഷമുള്ള ദിവസങ്ങളിലും പ്രതി ജോണിനെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി ജോണിനെ നിർബന്ധിച്ച് വല്ലച്ചിറ സൊസൈറ്റിയിലെത്തിച്ച് അക്കൗണ്ടിൽ നിന്ന് 30,000 രൂപ പിൻവലിപ്പിച്ച് അതും കൈക്കലാക്കി. സഞ്ജയ് ഒരു അടിപിടി കേസിൽ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, SI ഷിജു, GASI ജോയ് തോമസ്, GSCPO അനീഷ്, CPOമാരായ മുഹമ്മദ്, റിൻസൺ, സുജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. MP വീരേന്ദ്രകുമാറിന്റെ ചരമവാർഷിക ദിനത്തിൽ രാഷ്ട്രീയ ജനതാദൾ RJD പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീരസ്മൃതിയും ഇന്ധന പാചകവാതക വില വർധനവിനെതിരെ പ്രതിഷേധവും അളഗപ്പ നഗറിൽ സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞഴി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് TA സേവിയർ അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിസ് വില്ലടത്തുകാരൻ, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി IP കുട്ടൻ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് NK രവീന്ദ്രൻ, VM ഹസൻ, VR അജിത് കുമാർ, AA റപ്പായി, VR അന്തോണി, സെയ്താലി, അളഗപ്പ നഗർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. പടിഞ്ഞാറൻ കാറ്റ് ദുർബലമായി തുടരുന്നതിനാൽ കേരളത്തിൽ കാലവർഷം വൈകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജൂൺ തുടക്കത്തിൽ കാലവർഷം സജീവമാകാനാണ് സാധ്യത. അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി പടിഞ്ഞാറൻ കാറ്റിന്റെ കേരളത്തിലേക്കുള്ള സഞ്ചാരത്തിന് വിഘാതമായി. ഇത് ദുർബലമാവുകയോ പടിഞ്ഞാറേക്ക് നീങ്ങുകയോ ചെയ്താലേ കാലവർഷം കേരളത്തിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുങ്ങും. മെയ് 26 കേരളത്തിൽ കാലവർഷം എത്തുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രവചനം. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ചിറ്റിശ്ശേരി ചിറ്റിലപ്പള്ളി പുല്ലോക്കാരൻ കുടുംബ സംഗമവും വാർഷികവും നടത്തി. ചിറ്റിശ്ശേരി സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന പരിശുദ്ധ കുർബാനയ്ക്ക് ചീഫ് പേട്രൺ ഫാദർ ജോസ് പുല്ലോക്കാരൻ, ഫാദർ ജിനോയ് ജോയ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സെമിത്തേരിയിൽ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥനയും നടത്തി. ശേഷം നടന്ന കുടുംബസംഗമ യോഗം തൃശൂർ കോർപ്പറേഷൻ മേയർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ചിറ്റിലപ്പള്ളി പുല്ലോക്കാരൻ അസോസിയേഷൻ ഫൗണ്ടർ ജോണി പുല്ലോക്കാരൻ, പ്രസിഡന്റ് ഫ്രാൻസിസ് പുല്ലോക്കാരൻ, സെക്രട്ടറി ആന്റണി പുല്ലോക്കാരൻ, ജനറൽ കൺവീനർ ജോൺ ജോർജ് പുല്ലോക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഇനി കാണാം ഇൻഫോടോക്ക്. ഐസ് ക്യൂബുകൾ ചർമ്മ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്നവർ നിരവധിയാണ്. ഇത് ഉപയോഗിക്കുന്നത് മൂലം എന്താണ് സംഭവിക്കുന്നത്? റിപ്പോർട്ട് കാണാം. ഐസ് ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കുകയും വീക്കം കുറയ്ക്കുകയും ചർമ്മത്തിൽ ഓക്സിജൻ വിതരണം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇത് ചർമ്മം കൂടുതൽ തിളക്കമുള്ളതും യുവത്വമുള്ളതുമാക്കും.
ഐസ് ക്യൂബ്സ് ഉപയോഗം പൊതുവെ ഗുണകരവും സുരക്ഷിതവുമാണെന്നാണ് കരുതപ്പെടുന്നതെങ്കിലും ചർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ദീർഘനേരം ഐസ് ചർമ്മത്തിൽ ഉപയോഗിക്കുന്നതും നല്ലതല്ലെന്ന് വിദഗ്ധർ പറയുന്നു. വൃത്തിയുള്ള ഐസ് ക്യൂബ്സ് വേണം ചർമ്മത്തിൽ ഉപയോഗിക്കാൻ. സ്കിൻ കെയറിന് വേണ്ടി പ്രത്യേകമുള്ള ഐസ് റോളറുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ചർമ്മത്തിലേക്ക് നേരിട്ട് ഉപയോഗിക്കുന്നതിന് പകരം വൃത്തിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇത് അമിതമായി തണുപ്പേറ്റുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാകും. വളരെ മൃദുലമായി വൃത്താകൃതിയിൽ വേണം ഐസ് ചർമ്മത്തിൽ ഉപയോഗിക്കാൻ. അമിതമായി ബലം ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം, കാരണം ഇത് ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. ഐസ് ഉപയോഗിച്ചു കഴിഞ്ഞയുടൻ മോയ്സ്ചറൈസർ തേക്കണം. ഇത് ചർമ്മത്തിൽ ജലാംശം ഉറപ്പാക്കുകയും വരണ്ടു പോകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. സെൻസിറ്റീവ് ചർമ്മമോ എന്തെങ്കിലും അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ വിദഗ്ധ നിർദ്ദേശം തേടിയ ശേഷം മാത്രമേ ഇത്തരം പൊടിക്കൈകൾ ചെയ്യാവൂ. നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമാണോ എന്ന് ഉറപ്പാക്കിയ ശേഷം ഇത്തരം ശീലങ്ങൾ പിന്തുടരുന്നതാണ് അഭികാമ്യം. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. ചെമ്പൂച്ചിറ GHSSൽ ദിവസവേതന അടിസ്ഥാനത്തിൽ UPSC തസ്തികയിൽ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പികളുമായി ശനിയാഴ്ച രാവിലെ 11-ന് സ്കൂളിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. ഫോൺ നമ്പർ 048027800305. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,305 രൂപ, പവന് 1,14,440 രൂപ. ആമ്പല്ലൂർ പുത്തൻ വീട്ടിൽ വേണുഗോപാൽ ഭാര്യ വിജയലക്ഷ്മി ബാംഗ്ലൂരിൽ വെച്ച് അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സൗമ്യ മകളും സജിത് മരുമകളുമാണ്. തലോർ ഇളങ്ങള്ളൂർ നാരായണൻ നമ്പൂതിരി അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. ഡോക്ടർ അഭിജിത്ത്, ദേവനാരായണൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും സന്ദേശമുണർത്തി ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. മറ്റത്തൂരിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാര ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധവുമായി കർഷകരും തൊഴിലാളികളും. AITUC-യും BKMU-യും സംയുക്തമായി ആമ്പല്ലൂരിൽ പ്രകടനവും പ്രതിഷേധ സദസ്സും നടത്തി. ദേശീയപാതയോരം മാലിന്യമുക്തമാക്കാൻ സ്ഥാപിച്ച ഇരുമ്പുവേലികൾ പഞ്ചായത്തുകൾക്ക് ബാധ്യതയായി. ലക്ഷങ്ങളുടെ ഇരുമ്പുവേലികൾ തുരുമ്പെടുത്ത് നശിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം നടത്തി. വരന്തരപ്പള്ളി ഗാലക്സി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. സ്വർണ്ണപ്പണിക്കാരനെ ആക്രമിക്കുകയും പണവും സ്കൂട്ടറും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിലെ പ്രതിയെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.